നിങ്ങൾ എപ്പോഴെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലൂടെ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന മെട്രോ ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി മുതൽ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മിഷന്റെ ഭാഗങ്ങൾ വരെ നിർമ്മിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരം ഒന്നാണ്, ലാർസൻ ആൻഡ് ടൂബ്രോ അഥവാ L&T. കേവലം ഒരു കമ്പനി എന്നതിലുപരി ആധുനിക ഇന്ത്യയെ പടുത്തുയർത്തിയ ഒരു വമ്പൻ പ്രസ്ഥാനമാണിത്. ഇന്ന് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന വലിയ പാലങ്ങളും IT പാർക്കുകളും ഹൈവേകളും പ്രതിരോധ സേനയ്ക്ക് വേണ്ട മുങ്ങിക്കപ്പലുകളുമെല്ലാം നിർമ്മിക്കുന്നത് ഇവരാണ്. എന്നാൽ 3 ലക്ഷം കോടി രൂപയിലധികം വരുമാനമുള്ള ഈ സാമ്രാജ്യം തുടങ്ങിയത് എങ്ങനെയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. കാരണം ഇതൊരു ഇന്ത്യക്കാരൻ തുടങ്ങിയ കമ്പനിയല്ല. വെറും 2 വിദേശികൾ ഒരു ചെറിയ മുറിയിൽ കുറച്ച് സമ്പാദ്യം കൊണ്ട് തുടങ്ങിയ ബിസിനസ്സാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള 50-ലധികം രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്നത്. കഥ തുടങ്ങുന്നത് 1930കളിലാണ്. യൂറോപ്പിലെ ഡെൻമാർക്ക് എന്ന രാജ്യത്ത് ജനിച്ച 2 സുഹൃത്തുക്കളായിരുന്നു ഹെന്നിംഗ് ഹോൾട്ട് ലാർസൻ, സോറൻ ക്രിസ്റ്റ്യൻ ടൂബ്രോ എന്നിവർ. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ അവർ ഡെൻമാർക്കിലെ FL സ്മിത്ത് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. സിമന്റ് ഫാക്ടറികൾക്കുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഇന്ത്യയിൽ ചില സിമന്റ് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനായി ഈ 2 യുവാക്കളും മുംബൈയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയുടെ വലിയ സാധ്യതകൾ അവർ വളരെ വേഗം തിരിച്ചറിഞ്ഞു. 1938-ൽ അവർ ഒരു ധീരമായ തീരുമാനമെടുത്തു. തങ്ങളുടെ ജോലി രാജിവെച്ച് ഇന്ത്യയിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ 1938 ഫെബ്രുവരി 7-ന് മുംബൈയിലെ ഒരു ചെറിയ ഓഫീസിൽ അവർ ഒരു പാർട്ണർഷിപ്പ് ഫേം ആരംഭിച്ചു. തങ്ങളുടെ പേരുകൾ ചേർത്ത് അവർ കമ്പനിക്ക് ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പേരിട്ടു. തുടക്കത്തിൽ അവർ വലിയ കെട്ടിടങ്ങളൊന്നുമല്ല നിർമ്മിച്ചിരുന്നത്. ഡെൻമാർക്കിൽ നിന്നും പാൽ സംസ്കരണത്തിനുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വിൽക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ബിസിനസ്. കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യവും കുറച്ച് കടവും വാങ്ങിയാണ് അവർ ഈ കമ്പനി തുടങ്ങിയത്. ബിസിനസ് പതുക്കെ പച്ചപിടിച്ച് വരികയായിരുന്നു. എന്നാൽ 1939-ൽ അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്തുകൊണ്ട് 2-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1940-ൽ ജർമ്മനി ഡെൻമാർക്കിനെ ആക്രമിച്ച് കീഴടക്കി. അതോടെ ഡെൻമാർക്കിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും നിലച്ചു. വിൽക്കാൻ സാധനങ്ങൾ ഇല്ലാതെ വന്നതോടെ ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന ചെറിയ കമ്പനി പൂട്ടേണ്ട അവസ്ഥയിലായി. ഒരു പക്ഷേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അന്ന് ആ ബിസിനസ് നിർത്തി തിരികെ പോകുമായിരുന്നു. എന്നാൽ ലാർസനും ടൂബ്രോയും തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. യുദ്ധം കാരണം വിദേശത്ത് നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ അവ ഇവിടെ തന്നെ നിർമ്മിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ഒരു ചെറിയ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. യുദ്ധസമയത്ത് കേടുപാടുകൾ സംഭവിച്ച കപ്പലുകൾ നന്നാക്കുക എന്നതായിരുന്നു അവർ കണ്ടെത്തിയ പുതിയ ബിസിനസ്. ഇത് അവർക്ക് വലിയൊരു അവസരമായി മാറി. കപ്പലുകളുടെ അറ്റകുറ്റപ്പണിക്കായി അവർ ഹിൽഡ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പുതിയ കമ്പനി തന്നെ രൂപീകരിച്ചു. ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന പാൽ ഉൽപ്പന്ന യന്ത്രങ്ങളും മറ്റും അവർ ഇന്ത്യയിൽ തന്നെ സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങി. ഈ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ L&T എന്ന നിർമ്മാണ ഭീമന്റെ ജനനത്തിന് കാരണമായത്. 1944-ൽ അവർ നിർമ്മാണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് കോൺട്രാക്ട്സ് ECC എന്നൊരു വിഭാഗം കൂടി തുടങ്ങി. ഇതാണ് ഇന്ന് L&Tയുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും കൊണ്ടുവരുന്ന L&T കൺസ്ട്രക്ഷനായി മാറിയത്. 1946-ൽ L&T ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറി. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ രാജ്യത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുതിയ ഇന്ത്യയെ പടുത്തുയർത്താൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിന് ഏറ്റവും വലിയ പങ്കാളിയായത് L&T ആയിരുന്നു. 1948-ൽ മുംബൈയിലെ പവായിൽ 55 ഏക്കർ ചതുപ്പ് നിലം അവർ വാങ്ങി. അന്ന് ആരും തിരിഞ്ഞു നോക്കാത്ത ആ കാടുപിടിച്ച സ്ഥലം ഇന്ന് L&Tയുടെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് ഹബ്ബുകളിൽ ഒന്നാണ്. 1950-ൽ വെറും 20 ലക്ഷം രൂപ മൂലധനത്തോടെ L&T ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി. അന്ന് അവരുടെ വാർഷിക വരുമാനം ഏകദേശം 1.09 കോടി രൂപയായിരുന്നു. പിന്നീട് അങ്ങോട്ട് L&Tയുടെ സുവർണ കാലഘട്ടമായിരുന്നു. 1964-ൽ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണത്തിനുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകിക്കൊണ്ട് അവർ ബഹിരാകാശ മേഖലയിലേക്കും ചുവടുവെച്ചു. ജപ്പാനിലെ കൊമാറ്റ്സുവുമായി ചേർന്ന് ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രോളിക് എക്സ്കവേറ്ററുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് 1970കളിലാണ്. 1976-ൽ അബുദാബി വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിനുള്ള ഒരു വലിയ കരാർ ലഭിക്കാൻ വേണ്ടി അവരുടെ കൺസ്ട്രക്ഷൻ വിഭാഗമായ ECCയെ L&Tയുമായി ലയിപ്പിച്ചു. ഇത് കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ സഹായിച്ചു. കാലം മാറിയപ്പോൾ L&T നിർമ്മാണ രംഗത്ത് മാത്രമല്ല മറ്റ് പല മേഖലകളിലേക്കും വ്യാപിച്ചു. IT, ഫിനാൻഷ്യൽ സർവീസ്, പ്രതിരോധം എന്നീ മേഖലകളിൽ അവർ ശക്തമായ സാന്നിധ്യം അറിയിച്ചു. 1985-ൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു.
ഇന്ന് ഇന്ത്യയുടെ സ്വന്തം ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിൽ L&T നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലൂയിഡ് കാറ്റലിക് ക്രാക്കിംഗ് റീജനറേറ്റർ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടിന്യൂസ് കാറ്റലിസ്റ്റ് റീജനറേഷൻ റിയാക്ടർ തുടങ്ങിയവയെല്ലാം നിർമ്മിച്ചത് L&Tയുടെ എഞ്ചിനീയറിംഗ് മികവാണ്. എല്ലാ വലിയ കമ്പനികളെയും പോലെ L&Tക്കും നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് 2019 മൈൻട്രി ഏറ്റെടുക്കലാണ്. IT മേഖലയിലെ പ്രമുഖ കമ്പനിയായ മൈൻട്രിയെ L&T ഹോസ്റ്റൽ ടേക്ക് ഓവർ ചെയ്തത് ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ വലിയൊരു വാർത്തയായിരുന്നു. മൈൻട്രിയുടെ സ്ഥാപകർ ഇതിനെ ശക്തമായി എതിർത്തെങ്കിലും ഒടുവിൽ L&T 60% ഓഹരികൾ സ്വന്തമാക്കി. പിന്നീട് L&T ഇൻഫോടെക്കും മൈൻട്രിയും ലയിപ്പിച്ച് LTI മൈൻട്രി എന്ന പേരിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 5ാമത്തെ IT കമ്പനിയായി ഇത് മാറി. കൂടാതെ തങ്ങളുടെ പ്രധാന ബിസിനസ്സുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഇലക്ട്രിക്കൽ ബിസിനസ് സ്നൈഡർ ഇലക്ട്രിക്കിനും മ്യൂച്വൽ ഫണ്ട് ബിസിനസ് HSBCക്കും വിൽക്കുന്ന ധീരമായ തീരുമാനങ്ങളും കമ്പനി എടുത്തു. ഇന്ന് L&T എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനികളിൽ ഒന്നാണ്. 2025 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 2.6 ലക്ഷം കോടി രൂപയാണ് കമ്പനിയുടെ വരുമാനം. 54,000-ലധികം ജീവനക്കാർ അവർക്കുണ്ട്. $56 ബില്യൺ കമ്പനിയുടെ മാർക്കറ്റ് മൂല്യം. ഹെന്നിംഗ് ഹോൾട്ട് ലാർസനും ടൂബ്രോയും തുടങ്ങിയ ഈ കമ്പനിയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചത് ഇന്ത്യക്കാരായ നേതൃനിരയാണ്. പ്രത്യേകിച്ച് AM നായിക് എന്ന ഇതിഹാസതുല്യനായ മുൻ ചെയർമാന്റെ കീഴിൽ L&T നേടിയ വളർച്ച അവിശ്വസനീയമായിരുന്നു. ഇന്ന് SN സുബ്രഹ്മണ്യൻ എന്ന പ്രഗത്ഭനായ CEOയുടെ കീഴിലാണ് കമ്പനി മുന്നോട്ടു പോകുന്നത്. ഭാവിയിലേക്ക് നോക്കി അവർ ഇന്ന് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റുകൾ, സെമി കണ്ടക്ടർ ടെക്നോളജി തുടങ്ങിയ പുതിയ മേഖലകളിലേക്കും നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യ 2026 എന്ന പേരിൽ വലിയൊരു വികസന പദ്ധതിയും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ലാർസൻ ആൻഡ് ടൂബ്രോയുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ വലിയൊരു ബിസിനസ് പാഠമുണ്ട്. പ്രതിസന്ധികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാമെന്നതാണ് ആ പാഠം. 2ാം ലോക മഹായുദ്ധം എന്ന വലിയ പ്രതിസന്ധി വന്നപ്പോൾ ബിസിനസ് പൂട്ടിപ്പോകാൻ നിന്ന 2 വിദേശികൾ സ്വന്തം കഴിവിലും കഠിനാധ്വാനത്തിലും വിശ്വസിച്ച് എടുത്ത തീരുമാനമാണ് ഇന്ന് ഇന്ത്യയുടെ വികസനത്തിന്റെ അടിക്കല്ലായി മാറിയത്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇന്ന് L&Tക്ക് സ്വന്തമായി ഒരൊറ്റ മുതലാളിയില്ല. തികച്ചും പ്രൊഫഷണലായി നിയന്ത്രിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ഓഹരി ഉടമകളുള്ള ഒരു സ്വതന്ത്ര കമ്പനിയാണിത്. 2 ഡാനിഷ് എഞ്ചിനീയർമാർ തങ്ങളുടെ മാതൃരാജ്യം വിട്ട് ഇന്ത്യയിൽ വന്ന് നട്ട ഒരു ചെറിയ വിത്ത് ഇന്ന് വലിയൊരു വടവൃക്ഷമായി വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ലാർസനും ടൂബ്രോയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാൽ അവർ തുടങ്ങിവെച്ച L&T എന്ന പ്രസ്ഥാനം ഓരോ ഇന്ത്യക്കാരന്റെയും നിത്യജീവിതത്തിന്റെ ഭാഗമായി ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. രാജ്യത്തെ ഹൈവേകളിലൂടെ പോകുമ്പോഴും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കാണുമ്പോഴും ഓർക്കുക, അത് കേവലം സിമന്റും കമ്പനിയും മാത്രമല്ല, തോൽക്കാൻ തയ്യാറാവാത്ത 2 മനുഷ്യരുടെ സ്വപ്നവും കഠിനാധ്വാനവും കൂടിയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. Thank you for watching. Make sure to subscribe. See you in the next one.